പാകിസ്ഥാൻ ഓഫ് ടുഡേ ഈസ് പഞ്ചാബ്. ഓക്കെ. അവിടെയാണ് ആർമി, അവിടെയാണ് കണ്ണായ അധികാര സ്ഥാനങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം കടന്നു വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ മറ്റു പ്രദേശങ്ങളൊക്കെ തന്നെ അവഗണിക്കപ്പെടുന്നു. അത് പാക് പഞ്ചാബി മൈൻഡ് സെറ്റ് മാത്രമാണ് ഇന്ത്യയോടുള്ള വിരോധം എന്ന രീതിയിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ഒരു അവസ്ഥ വന്നത്. അതെ. ബലൂച്ചികൾ സ്വതന്ത്രരായ ഒരു പ്രദേശം ആയിരുന്നു. പരസ്പരം ഏകോപനമില്ലാതെ ഒരു രാജ്യത്തിന്, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും? അതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ശൈശവ കൺജനിറ്റൽ പ്രോബ്ലമാണ്. ഇതിന്റെ കലാപത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാൻ എങ്ങനെയാണ്? പക്ഷെ അത് ഊതിക്കത്തിക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ബലൂചിസ്ഥാൻ വിഷയത്തിൽ പാകിസ്ഥാൻ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയാണ്. അവർ ഇന്ത്യയോടൊപ്പം ചേരാൻ ഒരു കാലത്ത് ആഗ്രഹിച്ച ഒരു വിഭാഗമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? ബലൂചിസ്ഥാനിൽ വിമോചന പോരാളികൾ കത്തുന്ന പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ ശക്തമായ പോർമുന തുറന്ന പോരാട്ടങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിൽ പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ, പാക് അധീന കശ്മീരിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. അസംതൃപ്തരായ ജനം തെരുവിലിറങ്ങുന്നു. ഇതിനൊപ്പം അഫ്ഗാൻ അതിർത്തി പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് പാകിസ്ഥാൻ. പരിശോധിക്കാം ഈ ഒരു സ്ഥിതി എന്തുകൊണ്ടുണ്ടായി, അതിൽ നിന്നും നമുക്ക് അറിയേണ്ടത് എന്തൊക്കെ. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. പാകിസ്ഥാനിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഒരേ സമയം ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഇതിനു മുമ്പ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഈ വ്യത്യസ്തമായ ഡയമെൻഷനിൽ വരുന്ന ഒരു സാഹചര്യത്തെ നേരിട്ടുണ്ടോ എന്ന് സംശയമാണെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ അവർ വലിയ പ്രതിസന്ധി നേരിട്ടു. പക്ഷേ അത് ഒരൊറ്റ പ്രശ്നമായിരുന്നു. ഇത് ഇത്തരത്തിൽ മൾട്ടി ഡയമെൻഷനലായ കാര്യങ്ങൾ അവർക്കെതിരെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതായിരിക്കും അവരെ കൂടുതൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ബലൂചിസ്ഥാൻ തന്നെയാണോ? ജന്മനായുള്ള ചില ദൗർബല്യങ്ങൾ ചില സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യും. ഇതാണ് പാകിസ്ഥാനിൽ സംഭവിച്ചത്. ഓക്കെ. ബർത്തിൽ സംഭവിച്ച കുഴപ്പമാണേ. ബർത്തിന്റെ സമയത്ത് സ്വാഭാവിക രാജ്യമായിരുന്നില്ല പാകിസ്ഥാൻ. അതെ. ഒരു ടെറിട്ടോറിയൽ കണ്ടിന്യൂറ്റി പോലും ഉണ്ടായിരുന്നില്ല. ശരിയാണ്. ബംഗാൾ എന്ന ഈസ്റ്റ് ബംഗാൾ, ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, പാകിസ്ഥാനുമായി ഏറെ അകലം പാലിച്ച ഒരു പ്രദേശമാണ്. അതുപോലെ ഇന്റഗ്രേഷൻ, ഇന്ത്യയുടെ ഇന്റഗ്രേഷൻ വളരെ ഭംഗിയായി നടന്നപ്പോൾ, നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഭംഗിയായിട്ട് നടന്നപ്പോൾ, പാകിസ്ഥാനിൽ 4 വ്യത്യസ്തമായ പരസ്പരം ചേരാൻ ഒരു സാധ്യതയുമില്ലാത്ത 4 പ്രവിശ്യകൾ ചേർന്ന് നിന്നു. പഞ്ചാബ് എന്ന മേജർ പ്രവിശ്യ, അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പഞ്ചാബ് പ്രവിശ്യ, ഹിന്ദു സിഖ് ഭൂരിപക്ഷമുള്ള പ്രവിശ്യകൾ ഇന്ത്യയിൽ നിന്നു. അതാണ് മുഖ്യ ഒരു അധികാര കേന്ദ്രമായി പിന്നീട് മാറിയത്. അതാണ് പിന്നീട് തെക്കൻ പ്രദേശത്ത് സിന്ധ്, അത് വേറൊരു കൾച്ചറാണ്, വേറൊരു ഭാഷയാണ്, വേറൊരു രീതിയാണ്, വികാരമാണ്. മറ്റൊന്ന് ബലൂച്ച്, തെക്ക് പടിഞ്ഞാറ് മേഖല പാകിസ്ഥാന്റെ, അതാണ് ഏറ്റവും കൂടുതൽ 44% ഭൂമി, കേവലം 4% മാത്രം ജനസംഖ്യയുള്ള ബലൂചിസ്ഥാൻ. അവിടെയാണ് മിനറൽസ്, മെറ്റൽസ്, ഏറ്റവും അധികം സ്വർണ്ണ നിക്ഷേപം പാകിസ്ഥാനിലാണ്, ചെമ്പ് നിക്ഷേപം, എന്തൊരു കൽക്കരി, ഗ്യാസ് എന്ന് വേണ്ട നിക്ഷേപങ്ങൾ. മറ്റ് റെയർ എർത്ത്, അസിമുന് ട്രംപിനെ കാണാനായി തിരുമുൽ കാഴ്ചയുമായി പോയതുൾപ്പെടെ ബലൂചിസ്ഥാനിൽ ഏറെ വിഭവങ്ങളുണ്ട്, നിങ്ങൾ കടന്നു വരൂ, നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അമേരിക്കയെ, പുന്നതമ്പുരാനായ അമേരിക്കയെ കാണാൻ, കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയതുപോലെ ഇത് കാഴ്ചയുമായിട്ട് പോയത്. അതും ബലൂചിസ്ഥാന്റെ വിഭവങ്ങളാണ്. അപ്പം ബലൂച്ച് വിഭവങ്ങളാൽ സമ്പന്നവും എന്നാൽ അവഗണന അനുഭവിക്കുന്നതുമായ ഒരു പ്രദേശമായി ബലൂചിസ്ഥാൻ മാറി. മറ്റൊന്ന് ഖൈബർ പഖ്തൂൺഖ്വ എന്ന് വിളിക്കുന്ന, പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് വിളിക്കുന്ന പഖ്തൂൺ മേഖല, പത്താൻമാരുടെ പഷ്തു ഭാഷ സംസാരിക്കുന്ന അഫ്ഗാനിസ്ഥാനോട് ചേർന്നുള്ള മേഖല. ഈ 4 മേഖലകളും 4 വ്യത്യസ്ത സംസ്കാരങ്ങളാണ്, പരസ്പരം ചേരാത്ത ജനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കേണ്ട കാശ്മീരിന്റെ ഒരു ഭാഗം, പാകിസ്ഥാൻ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന ജിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പ്രദേശം, മുസഫറാബാദൊക്കെ ഉൾപ്പെടെയുള്ള ആ ഒരു പ്രദേശം. അപ്പം ഈ പ്രദേശങ്ങളെല്ലാം വ്യത്യസ്തമായ കൾച്ചറാണ്. പക്ഷേ ഇവരെല്ലാം തന്നെ കാണുന്നത് പാകിസ്ഥാൻ ഓഫ് ടുഡേ ഈസ് പഞ്ചാബ്. അവിടെയാണ് ആർമി, അവിടെയാണ് കണ്ണായ അധികാര സ്ഥാനങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം കടന്നു വരുന്നത് അവിടെ നിന്നാണ്.
അപ്പോൾ മറ്റു പ്രദേശങ്ങളൊക്കെ തന്നെ അവഗണിക്കപ്പെടുന്നു. അതിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സബ് നാഷണലിസം ഓക്കെ വരികയാണ്. ഉപദേശീയതകളുടെ ആവിർഭാവമല്ല, എക്കാലത്തും ഈ ഉപദേശീയതകളുണ്ട്. പക്ഷെ ഉപദേശീയതകളെ ചവിട്ടിമതിക്കാനും ഇന്ത്യയിൽ ഉപദേശീയതകൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ വളർന്നത്. ഓക്കെ പക്ഷേ എത്രയോ ഭാഷകളാണ് ഇന്ത്യയിൽ. Correct. പക്ഷെ പാകിസ്ഥാന്റെ വൈവിധ്യങ്ങളെ, അതുകൊണ്ട് ബംഗാളിന്റെ വൈവിധ്യത്തെ ചവിട്ടിമതിച്ചപ്പോഴാണല്ലോ ബംഗ്ലാദേശ് 71 സ്വാതന്ത്ര്യം പ്രാപിച്ചു പോയത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി. അതെ. മറ്റ് സ്ഥലങ്ങൾ ടെറിട്ടോറിയൽ കണ്ടിന്യൂറ്റി കൊണ്ട് ഒറ്റ യൂണിറ്റായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും കാശ്മീരീസ് ആർ കാശ്മീരീസ്, ദേ നോട്ട് പഞ്ചാബീസ്, ദേ നോട്ട് പാകിസ്ഥാനീസ് എന്നാണ് അവർ പറയുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലെ കാശ്മീരിനെ നോക്കൂ, അവിടെ വലിയ പീഡനങ്ങളാണ്, അടിച്ചമർത്തലുകളാണ്, ഇവിടെ പാലും തേനും ഒഴുകും എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച കാശ്മീരിൽ, അതായത് ജിൽജിത്ത് ബൽത്തിസ്ഥാൻ പ്രദേശത്തെ, അതെ അത് വടക്കൻ കാശ്മീർ, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പടിഞ്ഞാറൻ ഭാഗമാണ്, അതെ. പാകിസ്ഥാനിലുള്ള ഭാഗമാണ്. പാക് അധിനിവേശ കാശ്മീരിൽ അവരാണ് വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത്, വെള്ളമുള്ളത്. അതായത് സിന്ധു നദി കടന്നു വരുന്ന ഭാഗമാണ്. അതെ. ഇല്ല, പല നദികളും കാശ്മീരിലൂടെ ഒഴുകിയാണ് വരുന്നത്. അവർക്ക് പവർ സപ്ലൈ ഇല്ല, ഉള്ളതിന് തീ വിലയാണ്. അവർ സബ്സിഡി ആവശ്യപ്പെടുന്നു, സ്വാഭാവികമല്ലേ. അവരാവശ്യപ്പെടുന്നു, അവർക്ക് മറ്റു കാര്യങ്ങളിലെ വിഭവങ്ങൾ വളരെ കുറവാണ്, അവിടെ സബ്സിഡി ആവശ്യപ്പെടുന്നു. ഇതൊന്നും തന്നെ ലഭ്യമല്ല. അതൊരു പ്രവിശ്യയായിട്ട് പോലും അംഗീകരിക്കുന്നില്ല. അതുമാത്രമല്ല, 12 പേരെ ഇന്ത്യൻ കാശ്മീരിന്റെ പ്രതിനിധികൾ എന്ന രീതിയിൽ 12 പേരെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും പാകിസ്ഥാൻ പാർലമെന്റിലേക്ക്. അപ്പം ഇതൊക്കെ അവിടുത്തെ പ്രാദേശിക സഭയിലേക്ക്, ഇതൊക്കെ തന്നെ അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. ഓക്കെ. അവർ ഇളകിയിരിക്കുകയാണ്, അവരിളകി. വലിയ രീതിയിൽ അവരിളകി. അതൊന്നും അവിടെ വിലക്കയറ്റമുണ്ട്, ജനങ്ങൾക്ക് സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല, സാധനങ്ങൾ കിട്ടാനുള്ള ലാൻഡ് ലോക്ക്ഡാണ്, അവിടെ തുറമുഖങ്ങളില്ല. അതെ. അപ്പോൾ ഇത് അവർ തുറന്ന് പറയേണ്ടി വന്നു തോന്നുന്നു അല്ലേ? തുറന്നു പറയേണ്ടി വന്നു. ഇത് നമുക്ക് ഇത് ഈ പാകിസ്ഥാന്റെ ഭാഗമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുപോലെ അവർക്ക് അവർ പരസ്യമായി പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനികളല്ല, അതെ, ഞങ്ങൾക്കൊരു മഹാരാജാവുണ്ടായിരുന്നു ഹരിസിംഗ്, ഞങ്ങൾക്ക് സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടായിരുന്നു, വേണമെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച് പാകിസ്ഥാന്റെ ഭാഗമായില്ല, സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് കാശ്മീർ എന്ന് ഓർക്കണം. പിന്നീടാണ് ഇന്ത്യയുമായി ഉടമ്പടി ചെയ്തുകൊണ്ടാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറിയത്, ഇപ്പം ജമ്മു ആൻഡ് കാശ്മീർ മേഖല. പക്ഷേ മറ്റേത് പാകിസ്ഥാൻ കൈവശപ്പെടുത്തി വെച്ചതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം, 2 വർഷങ്ങളായി തുടരുന്ന ബലൂച്ച് വിഷയം. അതെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഈ ബലൂചിസ്ഥാൻ 1948 മുതൽ തന്നെ 48 മുതൽ തന്നെ അവർക്ക് ഒരു സെപ്പറേറ്റ് രാജ്യമായി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു അന്ന് മുതൽ തന്നെ അവർ, അല്ലേ? അവർക്കൊരു പഞ്ചാബി മൈൻഡ് സെറ്റ് അല്ല. ഈ പഞ്ചാബി മൈൻഡ് സെറ്റ് മാത്രമാണ് ഇന്ത്യയോടുള്ള, പാക് പഞ്ചാബി മൈൻഡ് സെറ്റ് മാത്രമാണ് ഇന്ത്യയോടുള്ള വിരോധം എന്ന രീതിയിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ഒരു അവസ്ഥ വന്നത്. ബലൂച്ചികൾ സ്വതന്ത്രരായ ഒരു പ്രദേശം ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു സ്വല്പം വേറിട്ട് നിന്ന ഒരു പാകിസ്ഥാന്റെ മുഖ്യധാരയിൽ നിന്നും ലേശം വേറിട്ട് നിന്ന ഒരു തദ്ദേശ പ്രദേശം എന്ന നിലയിൽ ഇറാന്റെ കിഴക്കൻ ഭാഗം, തെക്ക് കിഴക്കൻ ഭാഗവും ഈ സിസ്റ്റേൺ ബലൂചിസ്ഥാൻ എന്ന പ്രദേശമാണ്. അപ്പോൾ പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗം, അവിടെയാണല്ലോ ഗ്വാദർ തുറമുഖം. ഇറാന്റെ ചബഹാർ, ഇന്ത്യ സഹായിക്കുന്ന ചബഹാർ തുറമുഖം സിസ്റ്റേൺ ബലൂചിസ്ഥാനിലാണ്. പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖം, ചൈനയുടെ സഹായത്തോടു കൂടി കെട്ടിപ്പടുത്ത ഗ്വാദർ തുറമുഖം, അത് തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ്. ബലൂചിസ്ഥാനിലേക്ക് വിഭവങ്ങൾ ചൈനയിൽ നിന്നും എത്താനും ഇവിടെ നിന്നും കൊണ്ടുപോകാനും ചൈനയുടെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന പാകിസ്ഥാൻ ചൈന ഇക്കണോമിക് കോറിഡോർ, ബലൂചിസ്ഥാനിൽ നിന്നും അങ്ങ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ, അതായത് ഖൈബർ പക്തൂൺഖ വഴി അങ്ങ് ചൈനയിലേക്ക് നീളുന്ന പാത. ഈ പാതക്കെതിരെയും ബലൂചിസ്ഥാനികൾ രംഗത്ത് വന്നു. അതാണല്ലോ ട്രെയിനിൽ സ്ഫോടനങ്ങൾ പല പ്രാവശ്യം നടന്നു. ട്രെയിനിൽ പാകിസ്ഥാൻ സേനകളെ ഇപ്പം ആരെയാണ് ടാർഗറ്റ് ചെയ്തത്? വെറും ട്രെയിൻ യാത്രക്കാരെയല്ല, പാകിസ്ഥാന്റെ സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരൊക്കെ വരുന്നത് ബലൂചിസ്ഥാനിലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയല്ല, അവിടുത്തെ വിഭവങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നതിന് ഈ കാവല് നിൽക്കാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ ബലൂച്ചുകൾ എന്താണ് ധരിക്കുന്നത്? ഞങ്ങൾക്കിവിടെ വിഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ഗ്യാസ് ഫീൽഡുകളുണ്ട് അവിടെ, കൽക്കരി ഖനികൾ വൻതോതിലുണ്ട്, ഖനനം നല്ല രീതിയിൽ നടക്കുന്നു. 150-ൽ പരം വ്യത്യസ്തമായ മൂലകങ്ങളുടെ ഒരു സമാഹാരമാണ് അവിടെ ഉള്ളത്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ബലൂചിസ്ഥാൻ വലിയ ഭാവിയിലാണെങ്കിലും പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ കലവറയാണ്.
അതെ. പക്ഷേ കാർഷിക ഉത്പാദനം കുറവാണ്. അത് പഞ്ചാബിലാണ് കൂടുതൽ നടക്കുന്നത്. ഇതൊരു വിതരണമല്ലേ നടക്കേണ്ടത്. പക്ഷെ ബലൂചിസ്ഥാന് എപ്പോഴും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന അവസ്ഥയിലാണ് ബലൂച്ചുകളോടുള്ള ഒരു നിലപാട്. അവിടെ അതെ. നിന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA രംഗത്ത് വരുന്നത്. അതെ. ഇപ്പം അവിടെ കാശ്മീരിൽ ഈ JAAC ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിൽ റെസിസ്റ്റൻസ് മൂവ്മെൻ്റായി വരുന്നത് പോലെ ഇവിടെ അതൊരു നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്, ഒരു സിവിൽ ഓർഗനൈസേഷനാണ്. അതുപോലെ ബലൂച്ച് ലിബറേഷൻ ആർമി അതിൻ്റെ നേതാക്കൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ബലൂചിസ്ഥാൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് പാകിസ്ഥാൻ എനിമോർ. Baluch is an independent country with an independent flag, with an independent currency, with an independent foreign policy. തങ്ങളുടെ കറൻസിയും തങ്ങളുടെ പതാകയും തങ്ങളുടെ ദേശീയ ഗീതവും ദേശീയ ഗാനവും ഉൾപ്പെടെ എല്ലാ രീതിയിലും സ്വതന്ത്രമാണ്. ഭൂമിയുടെ സിംഹഭാഗവും ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ സ്റ്റേറ്റിൻ്റെ സംവിധാനം നമുക്കറിയാമല്ലോ, ഒരു രാജ്യം അങ്ങനെ ഒരു പ്രദേശം സ്വാതന്ത്ര്യമായി എന്ന് പറഞ്ഞാലൊന്നും ആ രാജ്യം അത് അംഗീകരിച്ചു കൊടുക്കില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കൂടെ അത് പറയുമെന്നല്ല, സ്റ്റേറ്റ് മീഡിയ അത് കൈകാര്യം ചെയ്യില്ല. ലോകരാജ്യങ്ങളൊന്നും തന്നെ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യ പദവി അനുവദിച്ചു കൊടുത്തിട്ടുമില്ല. അപ്പം അവിടെ ഇപ്പം പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നും ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഗോൺ എന്ന മട്ടിലാണ്. അപ്പം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ ഒരേ സമയത്ത് തന്നെ പാകിസ്ഥാൻ ഇവിടെ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇസ്ലാമാബാദിൽ ചർച്ച നടത്തുന്നു. അമേരിക്കയുടെയും ഇറാന്റെ പ്രതിനിധികളെ വിളിച്ച് ചർച്ച നടത്തുന്നു. അതേസമയം സ്വന്തം കാലിൽ വലിയ മന്ത് വെച്ചിട്ടാണ് അന്യന്റെ കാലിലെ ചെറിയ മുറിവ് ഉണക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ബലൂചിസ്ഥാനിൽ ഇത്തരത്തിലൊരു വലിയ പ്രശ്നം നടക്കുന്നു. തൊട്ടടുത്തായിട്ട് നോക്കുമ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ നമ്മൾ സാർ പറഞ്ഞു അവിടെയും പ്രശ്നം നടക്കുകയാണ്. അവിടെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ വളരെ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അതൊരു മർമ്മപ്രധാനമായ മേഖലയാണല്ലോ. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി മേഖലയാണ് ഖൈബർ പഖ്തൂൺഖ്വ. അവിടെയാണ് അതൊരു വളരെ പോറസ് ബോർഡേഴ്സാണ്, പർവ്വത ശിഖരങ്ങൾ, മലമ്പാതകൾ. ഇവിടെ ഒരു വൺ പോപ്പുലേഷൻ കോൾഡ് പഷ്തു, അതായത് പഷ്തു ഭാഷ സംസാരിക്കുന്ന പത്താന്മാരായ ആളുകൾ അഫ്ഗാനിസ്ഥാനിലുമുണ്ട്, പാകിസ്ഥാന്റെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലുമുണ്ട്. അത് കുറച്ച് നൊട്ടോറിയസ് ആയിട്ടുള്ള സ്ഥലമാണ്. പോരാട്ടവീര്യമുള്ള ഒരു ജനമാണ്. ബ്രിട്ടീഷുകാർക്ക് പോലും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാതെ ഇരുന്ന ഒരു പോരാട്ടവീര്യമുള്ളൊരു ജനമാണ്. അവിടെ ഈ പാകിസ്ഥാനിൽ താലിബാനെ വളർത്തി വലുതാക്കിയതും പാകിസ്ഥാനൊക്കെ ചേർന്നാണ്. അവസാനം താലിബാൻ കൈവിട്ടുപോയി. ഇപ്പോൾ പുതിയ ഭരണകൂടം അമേരിക്ക മാറിയതിനു ശേഷം താലിബാൻ 2.0 പുതിയതായി റിഫോംഡ് ആൻഡ് റിഫൈൻഡ് താലിബാൻ അവിടെ ഭരണത്തിലുണ്ട് 2021 മുതൽ. ആ താലിബാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പാകിസ്ഥാനിലെ PTK, പാകിസ്ഥാൻ തെഹ്രീക്ക് താലിബാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ അവരെ ശത്രുവായി കാണുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് നിരന്തരം പ്രവേശിച്ചുകൊണ്ട് അവിടുന്ന് ആയുധങ്ങൾ ലഭിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ മണ്ണിൽ വരികയും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ, പാകിസ്ഥാൻ ISIക്കെതിരെ, പാകിസ്ഥാൻ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ പോരാടുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ. അപ്പം അഫ്ഗാൻ താലിബാനും പാക് താലിബാനും എല്ലാം തന്നെ ഈ പാക് സ്റ്റേറ്റിന് മറുപക്ഷത്ത് നിൽക്കുന്നു എന്ന പ്രതീതി വരുന്നു. അപ്പോൾ കാശ്മീർ നോക്കൂ, ഖൈബർ പഖ്തൂൺഖ്വ നോക്കൂ, ഇനി ബലൂചിസ്ഥാൻ നോക്ക്, ഇനിയാണ് സിന്ധ്. മുൻപ് തന്നെ സിന്ധികൾ, പഞ്ചാബികൾ ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന പരിഭവമുണ്ട് സിന്ധിന്. സിന്ധിലെ കർഷകർക്ക് വെള്ളം കിട്ടണമെങ്കിൽ പഞ്ചാബ് വഴി വരുന്നതാണ്. അപ്പോൾ എല്ലാ സപ്ലൈസും, അതേസമയം തുറമുഖം കറാച്ചി ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ സിന്ധിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ പരസ്പരം ഏകോപനമില്ലാതെ ഒരു രാജ്യത്തിന്, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും? അതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ശൈശവ കൺജനിറ്റൽ പ്രോബ്ലമാണ്, ജന്മനാ ഉള്ള പ്രോബ്ലം. അത് കൂടുതൽ വഷളാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ. ഒരു രൂക്ഷമായ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് സാർ? ആഭ്യന്തര കലാപത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാൻ എങ്ങനെയാണ്? പക്ഷെ അത് ഊതിക്കത്തിക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. അതിന് പിന്നിൽ പാകിസ്ഥാൻ പറയുന്നത് അവിടെ ഏതെങ്കിലും ഒരു തീവ്രവാദി വെടിയേറ്റ് മരിച്ചാൽ ഉടൻ പറയും അത് ഇന്ത്യൻ കരങ്ങൾ അതിന് പിന്നിലുണ്ട്. നമുക്കറിയാം, ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന അജ്ഞാതരായ ആളുകൾ പലരും പാകിസ്ഥാൻ്റെ മണ്ണിൽ, അത് ഭീകരരാണ്, കൊടും ഭീകരരായ ആളുകളാണ്. ഹിസ്ബുൾ മുജാഹിദിൻ്റെയും അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബയുടെയും അല്ലെങ്കിൽ ജയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ പ്രവർത്തകരാണ്. അവരെ തീർച്ചയായും വളർത്തുന്നത് ഇന്ത്യ വിരോധമല്ലാതെ അവരോട് സ്നേഹമുള്ളതുകൊണ്ടല്ല. പാകിസ്ഥാൻ ആർമിയും ISIയും ഇന്ത്യ വിരോധത്തിൽ വളർത്തിയെടുക്കുന്ന സായുധ സംഘങ്ങളാണ്, തീവ്ര വിഭാഗങ്ങളാണ്. അവരുടെ നേതാക്കൾ പരസ്പരമുള്ള കുടിപ്പക കൊണ്ടോ പരസ്പരമുള്ള ആക്രമണങ്ങളാലോ ചിലപ്പോൾ വധിക്കപ്പെടുന്നു. അപ്പോൾ അതിനെല്ലാം തന്നെ ഇന്ത്യ വിരുദ്ധത,
ആരോപിച്ചാൽ ഇന്ത്യ ഒരിക്കലും ഞങ്ങളല്ല എന്ന് പറയാറുമില്ല. അപ്പം അത് പറയേണ്ട കാര്യമില്ലല്ലോ. തങ്ങൾക്ക് ബാധകമല്ലാത്തൊരു കാര്യം അയൽ രാജ്യത്ത് പറയുന്നു, അതേക്കുറിച്ച് തങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നു, മിണ്ടാതിരിക്കുക എന്നതാണ്. പക്ഷേ ബലൂചിസ്ഥാൻ വിഷയത്തിൽ പാകിസ്ഥാൻ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയാണ്. അവർ ഇന്ത്യയോടൊപ്പം ചേരാൻ ഒരു കാലത്ത് ആഗ്രഹിച്ച ഒരു വിഭാഗമാണ്. കറക്റ്റ്. അവരാദ്യം സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ 47-48 കാലഘട്ടത്തിൽ തങ്ങൾക്ക് ഇന്ത്യയോട് ചേരണം. പക്ഷേ അതിനിടയിൽ സിന്ധ് എന്ന പ്രദേശമുണ്ട്. അപ്പം സിന്ധ് പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് ടെറിട്ടോറിയൽ കണ്ടിന്യൂറ്റി ഇല്ലാതെ ഇങ്ങനെ ചേരും എന്ന് ബുദ്ധിമുട്ടിയിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ബലൂചിസ്ഥാൻ. അതുകൊണ്ട് അവരുടെ മോചനത്തിന് വേണ്ടി അദൃശ്യമായ ചില സഹായങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന പൊതുനിരീക്ഷണം പാകിസ്ഥാനുള്ളിൽ വളരെ പ്രകടമാണ്. വളരെ പ്രകടമാണ്. അവർക്ക് വേണ്ട ആയുധങ്ങൾ, അവർക്ക് വേണ്ട സഹായം കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, ഇത്തരത്തിലുള്ള അവിടെയാണ് നമ്മുടെ തുറമുഖം, ഇറാന്റെ ചബഹാർ തുറമുഖം, അത് വളരെ പ്രധാനമാണ്. ചൈനയുടെ സഹായത്തോടുകൂടി ഗ്വാദറിൽ തുറമുഖം പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത് ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യ കണ്ടെയ്ൻ ചെയ്യുന്നതിന്റെ ഭാഗമായി അവിടെ ഒരു ബേസ് വേണം. ആ പ്രദേശം ബലൂചിസ്ഥാൻ ഒന്നാകെ കൈവിട്ടു പോയാൽ ചൈനയ്ക്കും അത് വലിയൊരു തിരിച്ചടിയാണ്. ചൈന വലിയ തുക മുടക്കിയാണ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. അത് മറ്റൊരു രാജ്യമായി മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്ന ചരക്കുകൾക്ക് ബലൂചിസ്ഥാനോട് സഞ്ചരിക്കണം, അത് മറ്റൊരു രാജ്യമാവുകയാണെങ്കിൽ ചൈന വല്ലാതെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ചൈനയുടെ സഹായം ഇക്കാര്യത്തിൽ ഈ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിന് ചൈനയുടെ ഒരു താല്പര്യം ഉണ്ടാകും. നേരിട്ടുള്ള ഇടപെടൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇറാൻ വിഷയത്തിൽ ചൈന നേരിട്ട് ഇടപെട്ടില്ലല്ലോ. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും ചൈനയുടെ വിദേശകാര്യമന്ത്രിയും ഒരുമിച്ച് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇറാൻ വിഷയം രമ്യമായ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. കൺവേർജൻസ് ഓഫ് ചൈനീസ് പാക് ഇൻട്രസ്റ്റ് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇക്കാര്യത്തിലും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഇന്ത്യ വിരുദ്ധതയാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുമിപ്പിക്കുന്ന പല ഘടകങ്ങളിൽ ഒന്ന്. ഓക്കെ, പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഒരു അവിടെയും പാകിസ്ഥാൻ ഒരു ധർമ്മസങ്കടത്തിലെത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ വിദൂരമായിട്ടെങ്കിലും? കാരണം ഈ മേഖലയിൽ ചൈനയുടെ താല്പര്യം നമുക്കറിയാം, ഇപ്പോൾ സാർ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും താല്പര്യമുണ്ട്. തീർച്ചയായും അമേരിക്കയുടെ മുന്നിലേക്ക് വിഭവങ്ങളാണ് അമേരിക്കയുടെ താല്പര്യം. അതെ, വിഭവങ്ങളാണ് താല്പര്യം. അതെ, അതിൻ്റെ സാമ്പിൾസുമായിട്ടാണ് അസിം മുനീർ പോയത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് കഴിഞ്ഞു ട്രംപിന്. ഇപ്പം ക്ഷീരമുള്ളൊരു അകിടിൻ ചോട്ടിലും ചോര തന്നെയാണ് കൊതുകിന് പഥ്യം എന്ന് പറഞ്ഞാൽ ട്രംപിനെ മോട്ടിവേറ്റ് ചെയ്യാവുന്നത് എന്ത്? ഒന്നുകിൽ ഒരു കച്ചവട സാധ്യത, അല്ലെങ്കിൽ വിപണന സാധ്യത. ഒപ്പം തന്നെ ഇറാന്റെ തൊട്ടടുത്താണ്. അതാണ് ജിയോ പൊളിറ്റിക്കലി സെൻസിറ്റീവ് മേഖലയാണ്. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാനിൽ എന്താണ് നടക്കുന്നത് എന്നത് വളരെ കെയർഫുള്ളായി നോക്കിക്കാണേണ്ട കാര്യമാണ്. പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ ട്രംപും തയ്യാറാവില്ല ഇപ്പോൾ. കാരണം പാകിസ്ഥാനുമായി ഒരു വലിയ ബന്ധം അമേരിക്കയ്ക്കുണ്ട്. കാരണം അമേരിക്ക ഉപയോഗിക്കുന്ന മധ്യസ്ഥനാണ് പാകിസ്ഥാൻ, നിഷ്പക്ഷനല്ല. മറിച്ച് അമേരിക്കയുടെ ഹിതം ഇറാനോട് പറയാനുള്ള ഒരു വെഹിക്കിൾ, ഒരു സപ്പോർട്ട് വാൽവ് അല്ലെങ്കിൽ സേഫ്റ്റി വാൽവായി പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു. നമ്മളതിനെ മധ്യസ്ഥ രാജ്യം എന്ന് പറയുന്നു. അതിനോളം നോൺസെൻസ് വേറൊന്നുമില്ല. ഇതൊരു മധ്യസ്ഥതയൊന്നുമല്ല. അങ്ങനെ ഇത് ഇറാനോട്. അപ്പം ഇറാൻ എന്താണ് ചെയ്യുന്നത്? ചൈനയോട് സംസാരിക്കും, ചൈന പാകിസ്ഥാനോട് സംസാരിക്കും, പാകിസ്ഥാൻ അമേരിക്കയോട് സംസാരിക്കും. ഈ രീതിയിലൊക്കെയാണ് സംസാരങ്ങൾ പോകുന്നത്. എന്നാൽ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അമേരിക്കൻ ഡെലിഗേഷൻ ഇസ്ലാമാബാദിൽ വരുന്നു, ഇറാനിയൻ ഡെലിഗേഷൻ വരുന്നു. അതിനപ്പുറത്ത് ചർച്ചകൾ നീണ്ടിട്ടില്ല എന്നതാണ് ഇറാനിൽ അവസാനിക്കാതെ നിൽക്കുന്ന യുദ്ധം സൂചിപ്പിക്കുന്നത്. അതാണ് പാകിസ്ഥാൻ ഇടപെടൽ ഫലം ചെയ്തില്ലല്ലോ, അതാണ്. അതുകൊണ്ട് ബലൂച്ച് വിഷയം ഇപ്പോൾ ആളിക്കത്തുന്നത് അമേരിക്കയ്ക്കും അത്ര സ്വീകാര്യം ആവില്ല, ചൈനയ്ക്കും സ്വീകാര്യമാവില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും പലതരത്തിലുള്ള താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾ ഇനി നിലപാടുകൾ സ്വീകരിക്കും, നയങ്ങൾ രൂപീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരിൽ നിന്നും പണം വാങ്ങാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഈ രണ്ടുപേരും പണം കൊടുത്താൽ അത് ഈടാക്കുന്നവരുമാണ്. ആടിനെ പച്ചല കാട്ടി കൊണ്ടുപോകാമെന്നാണല്ലോ പ്രമാണം. അതെ, പക്ഷെ അമേരിക്ക വെറും ആടല്ല, ഇത് പച്ചലയാണ്. ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, റെയർ എർത്ത്, അത് പച്ചല തന്നെയാണ്. അത് കാട്ടിക്കൊണ്ടു പോകാം. പക്ഷെ അത് ചെന്നായിക്കൂട്ടം ആണെന്ന് ഓർക്കണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഈ അസിം മുനീറിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല അമേരിക്കയെ ഭരിക്കുന്നത്. അമേരിക്കയ്ക്ക് അവിടെ ഒരു ഫുട് ഹോൾഡ് വേണം. അതിന് ഏറ്റവും വഴങ്ങുന്ന രാജ്യം പാകിസ്ഥാനാണ്, ഇന്ത്യ അല്ല. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ട്, ഇന്ത്യക്കൊരു സംവിധാനമുണ്ട്. അത് നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് പൂർണ്ണമായി കഴിയില്ല. ട്രേഡ് വാറൊക്കെ നടക്കുന്നു, ചില കാര്യങ്ങൾ ഇന്ത്യ വഴങ്ങി കൊടുക്കുന്നു എന്ന ആരോപണമുണ്ട്. അത് കുറേയൊക്കെ ശരിയുമാണ്. അത് കാരണം ഒരു പ്രായോഗിക നിലപാട് വേണമല്ലോ. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല, പൂർണ്ണമായി വഴങ്ങി കൊടുക്കും. കാരണം നിങ്ങൾ എന്ത് വിഭവം വന്നെടുത്തോളൂ, അമേരിക്കൻ കമ്പനികൾ ധാരധാരയായി വരട്ടെ, ബലൂചിസ്ഥാൻ നിങ്ങൾ താവളം ഉറപ്പിക്കൂ, ഇനി വേണ്ടി വന്നാൽ ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ വിരുദ്ധരെ നിങ്ങൾ തന്നെ അങ്ങ് എതിർത്തോളൂ എന്ന് വേണമെങ്കിലും പറയാം. ചൈനീസ് കമ്പനികളും അമേരിക്കൻ കമ്പനികളും ആര് വേണമെങ്കിലും വരട്ടെ,
ഈ ഭൂമി ഞങ്ങളുടേതായി നിലനിർത്താൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ എന്ന നിലപാടിലാണ് പാകിസ്ഥാൻ. അപ്പോൾ എന്തായാലും പക്ഷെ സർക്കാർ കൈവിട്ടു പോയി എന്നത് കൈവിട്ടു പോയി. ഏതാണ്ട് കൈവിട്ടു പോയി എന്നത് കൃത്യമാണ്. അപ്പോൾ പ്രശ്നം പരിഹരിക്കുക അത്ര എളുപ്പമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ തുടർന്നും ഇത് തുടർന്നുകൊണ്ടേ- പ്രശ്നമായി തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നിലേറെ പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തെ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അത് ബലൂചിസ്ഥാനിലാണെങ്കിലും ഖൈബർ പക്തൂൺഖ്വയിലാണെങ്കിൽ തന്നെയും അഫ്ഗാൻ അതിർത്തിയിലാണെങ്കിൽ തന്നെയും പാക് ഒക്കുപ്പൈഡ് പാക് അധീന കശ്മീരിലാണെങ്കിൽ തന്നെയും വലിയ തലവേദന അവർക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സായുധ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വിഷയവും അല്ല. വളരെ നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.